സ്വന്തമായൊരു വീടെന്ന സ്വപ്നം എല്ലാ മനുഷ്യനുമുള്ളതാണ്. അംഗപരിമിത ദമ്പതികളായ പാതിരിയാട് പാലാ ബസാറിലെ കെ ജബ്ബാറിനും കെ സമീറയ്ക്കും ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ സുമനസുകളുടെ സഹായം ഇനിയും ആവശ്യമുണ്ട്. രണ്ട് കാലിനും സ്വാധീനമില്ലാത്ത ജബ്ബാർ ആശാരിപ്പണിക്ക് പോയി മിച്ചം പിടിച്ച തുക കൊണ്ട് വീട് പണി ആരംഭിച്ചെങ്കിലും തറ പൂർത്തിയായപ്പോഴേക്കും അദ്ദേഹത്തിന്റെ വലത് കൈകൂടി സ്വാധീനമില്ലാതാവുകയായിരുന്നു. പലരും സഹായിച്ച് ചുമരുപണി കൂടി യാഥാർത്ഥ്യമാക്കി. ഇനിയാണ് ഈ കുടുംബത്തിന്റെ കഥ പൂർണ്ണമായി കേട്ട് മനുഷ്യസ്നേഹികളുടെ മനസ്സുണരേണ്ടത്. വിധിയുടെ വേട്ടയാടലിലും ഒട്ടും പതറാതെ ആത്മധൈര്യത്തോടെ സഞ്ചരിക്കുകയാണ് 60 വയസ്സുകാരനായ ജബ്ബാർ. അഞ്ചാം വയസ്സിലാണ് അസുഖം ബാധിച്ച് ജബ്ബാറിന്റെ അരയ്ക്ക് കീഴ്പോട്ട് ചലനശേഷി നഷ്ടപ്പെടുന്നത്. പിന്നീട് അങ്ങോട്ട് ജീവിതത്തിൽ പല യാതനകൾ സഹിച്ചെങ്കിലും ഒരു പ്രായമെത്തിയതോടെ നിത്യച്ചിലവിനായി സ്വയം തൊഴിൽ കണ്ടെത്തി. 17 വർഷക്കാലം നാട്ടിലെ ഫർണിച്ചർ കടയിൽ കാർപ്പന്റർ ജോലി ചെയ്ത് വിധിയോട് പൊരുതി ജീവിതം മുന്നോട്ട് നയിച്ചു. പിന്നീട് വലതുകൈയുടെ സ്വാധീനം നഷ്ടപ്പെട്ടതോടെ ജബ്ബാറിന് തീർത്തും ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. നമസ്കാരം. എൻ്റെ പേര് ജബ്ബാർ. ഞാൻ 5 വയസ്സ് വരെ നടന്നു. 5 വയസ്സിന് ശേഷം വാദത്തിൻ്റെ എന്തോ കംപ്ലയിൻറ്റ് വന്നിട്ട് നടക്കാൻ പറ്റാണ്ടായി. പക്ഷേ എങ്കിലും ഓർമ്മ വെച്ച കാലം വരെ ജോലി ചെയ്യുന്നുണ്ട്. പല ജോലിയായിട്ട് ചെയ്ത് ആശാരിപ്പണിയാണ് മെമ്മറിയിൽ കയറിയത്. അത് ഏകദേശം ഒരു 38 കൊല്ലത്തോളം പല സ്ഥലത്തുമായിട്ട് ഇങ്ങനെ ജോലി ചെയ്ത് ഇപ്പോൾ ഏകദേശം ഒരു 13 കൊല്ലത്തോളമായി വലത്തേ കൈക്കും അത് ബാധിച്ചിട്ട് ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിട്ട്. അപ്പം ഞാൻ കുറച്ച് പൈസ അധ്വാനിച്ച പൈസ ഉണ്ടായിരുന്നു. അതിനെക്കൊണ്ടാണ് ഫൗണ്ടേഷൻ്റെ പണിയെല്ലാം എടുത്തൊരു വീട് വേണമെന്നുള്ളതിൽ. ഭാര്യക്കും ജന്മലാൽ ഇടത്തേ കൈക്ക് സ്വാധീനം ഇല്ലാത്ത ആളാണ്. 2 പെൺമക്കളുണ്ട്. മൂത്തതിന് 15 വയസ്സ് കഴിഞ്ഞു. ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നിൽക്കുന്നു. ഇളയമോള് 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പോൾ ഒരു വീടിന് വേണ്ടിയിട്ട് ഞാൻ അന്നേരം ഇങ്ങനെ ത്യാഗം ചെയ്യുന്നുണ്ട്. അപ്പോൾ പല ആളുടെ സഹായത്തിൽ ഇപ്പോൾ ടോപ്പെല്ലാം വാർത്ത് ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭാര്യ സമീറയുടെ ഇടത് കൈക്ക് ജന്മന സ്വാധീനമില്ല. 2 പെൺമക്കളുള്ള ഈ ദമ്പതികളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അന്തിയുറങ്ങാൻ അടച്ചുറപ്പുള്ള ഒരു വീട് എന്നുള്ളത്. പണിക്ക് പോയി മിച്ചം പിടിച്ച തുക കൊണ്ട് വീടിന്റെ തറകെട്ടാൻ ജബ്ബാറിന് സാധിച്ചു. നിലവിൽ യാതൊരു ജോലി ചെയ്യാൻ നിവൃത്തിയില്ലാത്തതിനാൽ പള്ളികളിൽ നിന്നും യാചന നടത്തി ലഭിക്കുന്ന തുച്ഛമായ തുക കൊണ്ടാണ് ഈ കുടുംബം ജീവിക്കുന്നത്. ജീവിതത്തിൽ ഒരുപാട് ആളുകളെ കണ്ട് പല കാര്യങ്ങളും അവതരിപ്പിച്ച് എല്ലാവരും ഒന്നും തരാണ്ടൊന്നുമില്ല. ഇവിടം വരെ എത്തിയല്ലോ, ദൈവത്തിൻ്റെ സഹായം കൊണ്ട് ഇവിടം വരെ എത്തിയല്ലോ. പക്ഷേ ഇനിയും കുറേ ആളുകളെ കാണാനുള്ള ബുദ്ധിമുട്ട് കാരണം അതാണ് MA യൂസുഫ് ഹാജിക്കാനെ ഒന്ന് കണ്ട് കിട്ടിയിട്ടുണ്ടാണെങ്കിൽ, എൻ്റെ കാര്യം ഒന്ന് അറിഞ്ഞ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വേറെ ഒരാളെ കണ്ടി വരുമല്ലോ. വേറെന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യുവാണെങ്കിൽ അതന്നെ വേറൊന്നും വേണ്ട. ഈ ഒരു കിടന്നുറങ്ങാനുള്ള ഒരു അടച്ചുറപ്പുള്ളൊരു വീട്. കാരണം വഴിയ വേളയിൽ എന്നും കുറേ ദുനിയാവിൽ തെണ്ടിയിട്ട് എത്ര ആളെ കാലും കയ്യും പിടിക്കാനൊന്നും കഴിയില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും നിങ്ങളെ ഈ ചാനൽ MA യൂസുഫ് ഹാജിക്കാനെ ഒന്ന് വിവരം അറിയിച്ചിട്ട് ഓരോ ശ്രദ്ധയിൽ പെടുത്തിയിട്ടുണ്ടാണെങ്കിൽ വലിയൊരു ഉപകാരം. ദൈനംദിന ചെലവ് എന്ന് പറഞ്ഞാൽ ഓരോ വെള്ളിയാഴ്ച ഓരോ പള്ളികളിൽ പോകും. അടുത്ത കമ്മിറ്റിക്കാരോട് പറയും. അപ്പോൾ ആ കമ്മിറ്റിക്കാർ എന്തെങ്കിലും ഉസ്താദിനോട് പറഞ്ഞിട്ട് പിരിപ്പിച്ചെന്ന് കഴിഞ്ഞാൽ ഒരു 1000, 1500, 2000 ഉറുപ്പിക കിട്ടും. അതിനെ കൊണ്ട് അടുത്ത വെള്ളിയാഴ്ച വരെ എത്തിക്കും. ഇങ്ങനെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. എന്നാൽ ജബ്ബാറിന്റെ ഈ അവസ്ഥ കണ്ട് 2 യുവാക്കൾ സമൂഹമാധ്യമങ്ങളിൽ വീഡിയോ ഷെയർ ചെയ്തതോടെ നിരവധി പേർ സഹായവുമായി രംഗത്തെത്തി. അതിൽ നിന്നും ലഭിച്ച തുക കൊണ്ട് വീടിന്റെ ചുമരുപണിയും ജബ്ബാർ തീർത്തു. വീടിന്റെ പണി പൂർത്തിയാകാൻ ഇനിയും വലിയ തുക തന്നെ ആവശ്യമാണ് ഈ കുടുംബത്തിന്. ജബ്ബാറിന്റെയും കുടുംബത്തിന്റെയും വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സുമനസുകളുടെ സഹായം ഇനിയും ആവശ്യമാണ്. സുമനസുകൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം.
ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള 100% വിജയചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ITI. സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് 4.5 പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം. കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് NCVT സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ITI. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ, KGCE ഈവനിംഗ് ബാച്ചുകൾ, 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, 50% ഫീസ് ഇളവോട് കൂടിയ സ്കോളർഷിപ്പുകൾ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മോഡേൺ ITI, ഓപ്പോസിറ്റ് ചേംബർ ഹാൾ, കാൽടെക്സ്, കണ്ണൂർ.